എല്ലാവർക്കും നമസ്കാരം. മല്ലു ഫിലിം മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മമ്മൂക്കയുടേതായി വരാൻ പോകുന്ന 9 സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഒരു ലിസ്റ്റിൽ മമ്മൂക്കയുടേതായി ആദ്യം വരാൻ പോകുന്നത് ബസൂക്കയായിരിക്കും. ബസൂക്ക ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ചിത്രമാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഗെയിം ത്രില്ലർ ചിത്രം പരീക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഓരോ അപ്ഡേറ്റും വളരെയധികം ആവേശത്തോടെയാണ് മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റെടുത്തത്. അവസാനം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസർ വരെ വളരെയധികം പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. 2025 മമ്മൂക്കയുടെ തിയേറ്റർ റിലീസിൽ ആദ്യ റിലീസ് ചിലപ്പോൾ ഈ ചിത്രമായിരിക്കാം. ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ മേനോനാണ്. മമ്മൂക്ക ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ എത്താൻ പോകുന്നത്. ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും മമ്മൂട്ടി കമ്പനിയാണ്. ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ ഈ ഒരു ചിത്രം വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അടുത്തതായി ഈ ഒരു ലിസ്റ്റിലുള്ളത് ജിതിൻ കെ ജോസ് മൂവിയാണ്. മമ്മൂക്ക വീണ്ടും ഒരു പോലീസ് ഓഫീസറിന്റെ റോളിലെത്തുന്ന ചിത്രം കൂടിയാണ് ജിതിൻ കെ ജോസ് മൂവിയിലുള്ളത്. ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എത്തുക. ഈ ചിത്രത്തിൽ നടനായി എത്തുന്നത് വിനായകനാണ്. ഈ ഒരു ചിത്രവും നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണിത്. നിലവിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ 3 സിനിമകളുടെയും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 ഈ 3 ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ആദ്യം റിലീസിനെത്തുക. ഈ ഒരു ലിസ്റ്റിൽ 4ാമതുള്ളത് മമ്മൂക്ക മഹേഷ് നാരായണൻ ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ്. ലാലേട്ടനും ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഏകദേശം 30 ദിവസത്തെ ഷൂട്ടാണ് ലാലേട്ടന് ഈ ചിത്രത്തിനുള്ളത്. മമ്മൂക്കയാകട്ടെ 100 ദിവസത്തെ ഷെഡ്യൂളാണ് ഈ ചിത്രത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. മമ്മൂക്കയും ലാലേട്ടനെയും കൂടാതെ ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ അങ്ങനെ നീണ്ട നിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഏകദേശം 80 കോടി രൂപയോളമാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ ശ്രീലങ്കയിൽ നടന്നു വരികയാണ്. ഏകദേശം 150 ദിവസത്തോളം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും. 2025 ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. 5ാമതായി ഈ ലിസ്റ്റിലുള്ളത് മമ്മൂക്കയുടെ 2025 ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. രഞ്ജൻ പ്രമോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. മലയാളത്തിൽ വൻ ഹിറ്റായി മാറിയ രക്ഷാധികാരി ബൈജു എന്നീ സിനിമകൾ സംവിധാനവും തിരക്കഥയും നിർവഹിച്ച രഞ്ജൻ പ്രമോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നതും മമ്മൂട്ടി കമ്പനി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2025 ആരംഭിക്കും. ഈ ഒരു ലിസ്റ്റിൽ 6ാമതുള്ള മമ്മൂക്ക ചിത്രം മമ്മൂക്കയും കൃഷാന്തും ഒപ്പമുള്ള ചിത്രമാണ്. പുരുഷപ്രേതം എന്ന സിനിമയിലൂടെ തന്നെ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ഒരു സംവിധായകനാണ് കൃഷാന്ത്. ഈ മമ്മൂക്കയുമായി എത്തുമ്പോൾ ഏകദേശം ഒരു ടൈം ട്രാവൽ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിട്ടാണ് എത്തുകയെന്ന് കൃഷാന്ത് ഇതിനു മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2025 ആരംഭിക്കും. ലിസ്റ്റിൽ 7ാമതുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായി മാറിയ കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗമാണ് അടുത്ത വർഷം ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് സംബന്ധിച്ചുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി വന്നാൽ 2ാം ഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. റോബി വർഗീസ് രാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. 2023 ഇറങ്ങിയ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഏകദേശം 83 കോടി രൂപയോളമാണ് നേടിയത്. അന്നത്തെ ഏറ്റവും വലിയ വിജയമായി ചിത്രം മാറുകയും ചെയ്തിരുന്നു. 8ാമതായി ഈ ലിസ്റ്റിലുള്ളത് മമ്മൂട്ടി പ്രമോദ് പപ്പൻ മൂവിയാണ്. മമ്മൂക്കയുടെ തന്നെ ബ്ലാക്ക്, വജ്രം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത പ്രമോദ് പപ്പനുമായി മമ്മൂക്ക ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2025 ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വ്യക്തത പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ലിസ്റ്റിൽ 9ാമതുള്ളത് 2025 ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക നാദിർ ഷാ കോമ്പുലെത്താൻ പോകുന്ന അയാമേ ഡിസ്കോ ഡാൻസർ. മമ്മൂക്കയാണ് ഈ ഒരു ചിത്രത്തിൽ ലീഡ് റോളിൽ എത്താൻ പോകുന്നത്. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ 2025 പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ 9 സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റെന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.